മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്ര പാട്ടുത്സവം ജനുവരിയിൽ നടക്കും. ഓലകൊത്തൽ ചടങ്ങ് നടന്നു. വടക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രമായ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്ര പാട്ടുത്സവം ജനുവരി 11 മുതൽ 15 വരെ തീയതികളിൽ നടക്കും. പാട്ടുത്സവത്തിന് മുന്നോടിയായുള്ള ഓലകൊത്തൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. അടൂട്ട് മുത്തേടത്ത് കുതിര കളരിയിലും കിഴക്കുംകര ഇളയടത്ത് കുതിര കളരിയിലുമാണ് ചടങ്ങ് നടന്നത്. അടൂട്ട് മുത്തേടത്ത് കുതിര കളരിയിൽ അടൂട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന സ്ഥാനികർ, കുമ്മണാർ കളരി രാമൻ മൂത്തഗുരുക്കൾ, ഭാരവാഹികൾ, മറ്റു ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഓലകുത്തൽ ചടങ്ങിൽ ജന്മകണിശൻ വിനോദ് കപ്പണക്കാൽ കുത്തിയിട്ട ഓലയുടെ ദിശ കണക്കിലാക്കി ലക്ഷണങ്ങളും മറ്റും വിവരിച്ചു. തെക്കോട്ടേക്കാണ് പ്ലവ് ഉള്ളത്, തെക്ക് ഭാഗത്തേക്കാണുള്ളത്. അപ്പം രാശി വിഷയം വരുമ്പോൾ ഏകദേശം ഇല്ല, തെക്കോട്ട് തന്നെയാണ്. മിഥുനൻ രാശി വരും. 2 ചൊവ്വ, 3 രാശി ഒഴിവ്, 4 കേതു, 6 ചന്ദ്രൻ ബുധൻ, 7 ആദിത്യനും മാന്തിയും, അഷ്ടമത്തിൽ ശുക്രൻ, 9 ശനി, 10 രാഹു, 12 വ്യാഴം മറിഞ്ഞ വിഷയമാണുള്ളത്. മടിയൻകുലം പാട്ടുത്സവവുമായി ബന്ധപ്പെട്ട് 13-ാം തീയതി ഇന്ന് ശനിയാഴ്ച രാവിലെ 8 മണിക്ക് മുഹൂർത്തത്തിൽ അടൂട്ട് മുത്തെടുത്തൂര് കളരി നിന്ന് ഓലകൊത്തി മടിയൻകുലം ക്ഷേത്രപാലിൻ്റെ നടയിൽ സമർപ്പിക്കുകയായിരുന്നു. അത് ഓല ഈശ്വരൻ്റെ പന്തലിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങിൻ്റെ. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം കുത്തിയെടുത്ത ഓലയുമായി കാൽനടയായി മടിയൻകൂലം ക്ഷേത്രത്തിലെത്തി സമർപ്പിച്ചു. ഈ ഓല പാട്ടുത്സവത്തിനായി ശ്രീകോവിലിന് മുന്നിലായി പണിയുന്ന ഓലപ്പന്തലിനായി ഉപയോഗിക്കും. ഇതേപോലെ കിഴക്കുംകര ഇളയടത്ത് കുതിരിൽ നിന്നും എത്തി ദേവസ്ഥാന സ്ഥാനികരുടെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഓല സമർപ്പണവും നടന്നു. അടൂട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി അടൂട്ട്, സെക്രട്ടറി എം ബാലൻ, ഗജാഞ്ചി ടി പി കുഞ്ഞികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.